ഇപ്പോൾ ആപ്പിന്റെ ആസ്ഥാനത്ത് അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ഒരു സമയത്ത് വരെ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു, ഒരു സമയത്ത് വരെ പ്രവർത്തകർ തിരിച്ചു വരുമെന്ന കടുത്ത കോൺഫിഡൻസ് പ്രകടിപ്പിച്ചിരുന്നു. 22ലേക്ക് ഒതുങ്ങുന്നു. എന്താണ് ആപ്പ് ആസ്ഥാനത്തിന്റെ അന്തരീക്ഷം, അച്യുതൻ? അഷ്മിത, എൻ്റെ പിന്നിൽ കാണുന്നത് ആണ് ആം ആദ്മി ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ നേതാക്കൾക്ക് അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഒരുക്കിയ വേദിയാണ്. ആ കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരുടെ സാന്നിധ്യം കുറഞ്ഞു. അവരുടെ ആ ഒരു ആത്മവിശ്വാസം അത് തകർന്നിരിക്കുന്നു. കാരണം അവരുടെ പാർട്ടിയുടെ നെടുന്തൂൺ, ഒന്നാമൻ എന്നറിയപ്പെടുന്ന അരവിന്ദ് കെജ്രിവാൾ പോലും ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. രണ്ടാമൻ മനീഷ് സിസോദിയ, ആ മനീഷ് സിസോദിയും പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മുൻനിര നേതാക്കളിൽ പലരും ഇപ്പോഴും പിന്നിലാണ്. ഇതെല്ലാം ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ തളർത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജയിൽവാസത്തിനു ശേഷം പുറത്തേക്ക് വന്ന അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഒരു സാധാരണക്കാരൻ എന്ന നിലയിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ ജനം ഒരു സ്വയം പരിശോധനയ്ക്ക് കൂടിയായിരുന്നു കെജ്രിവാൾ ആ മുഖ്യമന്ത്രി സ്ഥാനം മാറ്റിവെച്ചത്. പക്ഷേ അത് തിരിച്ചടിയായി. കേജ്രിവാളിനെ വിശ്വാസത്തിലെടുക്കാൻ ഡൽഹി ജനതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ ഫലം. കാരണം കേജ്രിവാളിന് പോലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിന് പോലും ആധാരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ നടന്നത്. എന്നാൽ ആ പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത് കനത്ത തിരിച്ചടിയാണെന്നതിൽ സംശയമില്ല. പല മണ്ഡലങ്ങൾ അവരുടെ ശക്തി കേന്ദ്രമായി കഴിഞ്ഞ കാലം അത്രയും അവരുടെ കൈക്കുള്ളിൽ നിലനിർത്തിയിരുന്ന പല മണ്ഡലങ്ങളും അവരുടെ കൈവിട്ടു പോയി എന്നതും നമുക്ക് ആ റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഒപ്പമുണ്ടായിരുന്ന വോട്ട് ബാങ്കുകളിൽ പലതിലും ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ BJPക്കൊപ്പമായി മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയ ചേരി നിവാസികളുടെ ആയിരുന്നാലും മധ്യവർഗത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും അതൊന്നും പാർട്ടിയെ തുണയ്ക്കാതെ അത് BJPയെ തുണയ്ക്കുന്ന ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഇപ്പോൾ ആളും ആരവവുമില്ല. ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്, വധശിക്ഷയല്ല അല്ലേ? അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ അവരെ പണിഷ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ മാത്രം. ഒരു കാര്യം കൂടി അറിയാനേ ഉള്ളൂ. അതിഷിയുടെ റിസൾട്ട് മാത്രമാണ്. അവര് അവസാന റൗണ്ടിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിഷി ജയിക്കുമോ തോൽക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ബാക്കിയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. കേജ്രിവാൾ വീണു, സിസോദിയ വീണു. ജയിച്ചില്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആര് നയിക്കും? ഗോപാൽ റായ് അതേ നയിക്കും. മുഖസ്വാമി ഉണ്ടെന്ന് പറഞ്ഞ ഗോപാൽ റായ്. പർവേസ് വർമ്മ എന്ന കേജ്രിവാളിനെ തോൽപ്പിച്ച BJP നേതാവ് അമിത്ഷായെ ഇപ്പോൾ തന്നെ കാണും. അദ്ദേഹം ആയിരിക്കാം മുഖ്യമന്ത്രി ആവുക സാധ്യത. അദ്ദേഹത്തിന്റെ പിതാവ് BJPയുടെ മുഖ്യമന്ത്രിയായിരുന്നു. സാധ്യത കൂടുതൽ. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവോടെ മുഖ്യമന്ത്രിയായിരുന്നു സാഹിബ് സിംഗ് വർമ്മ.